പാലക്കാടിന്റെ ഉൾനാടുകൾക്കിപ്പോൾ ചെണ്ടുമല്ലിപ്പൂവിന്റെ നിറവും മണവുമാണ്. നെൽപ്പാടങ്ങൾ പലതും പൂത്ത് വിരിഞ്ഞ് ചെണ്ടുമല്ലികളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഓണത്തിന് തമിഴ്നാട്ടിലേക്ക് ഓടാതെ ആവശ്യത്തിന് പൂ ഉൽപ്പാദിപ്പിക്കാനുള്ള കർഷകരുടെ ശ്രമമാണ് പാലക്കാടിനെ മനോഹരിയാക്കിയിരിക്കുന്നത്. വിനോദസഞ്ചാരികളുടെ പ്രിയ ഇടങ്ങളായ കൊല്ലങ്കോട്, മുതലമട ഗ്രാമങ്ങൾ പൂക്കളാൽ സമ്പന്നമായിരിക്കുന്നു. മുൻകാലങ്ങളിൽ വയലേലകളുടെ വരമ്പുകൾ വർണ്ണാഭമാക്കിയിരുന്ന പൂക്കൾ കൃഷിയിടങ്ങൾ മുഴുവൻ കൈയടക്കിയിരിക്കുന്നു. ഓണനാളാകുമ്പോൾ ഒരു കുഞ്ഞു പൂവിന് വേണ്ടി പോലും പാലക്കാടൻ ചുരം കടന്ന് തമിഴ്നാട്ടിലേക്ക് ഓടിയിരുന്നവർക്ക് ഇനി സ്വന്തം നാട്ടിലെ പൂ ഉപയോഗിച്ച് അത്തമിടാം. ഓണം മുന്നിൽ കണ്ട് പാലക്കാടിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കർഷകരുടെ സഹായത്തോടെ 2 മാസം മുമ്പാണ് പൂക്കൃഷി ആരംഭിച്ചത്. കാർഷിക വികസന വകുപ്പും കൃഷി ഉദ്യോഗസ്ഥരും ഒപ്പമെത്തിയതോടെ കർഷകർക്ക് ലഭിച്ചത് 100 മേനി വിളവ്. ഇല്ല, ആദ്യമായിട്ടാണ് ഓണം കണ്ടിട്ട്. അങ്ങനെയല്ല, ഈ സ്ഥലം നമ്മളെ ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പരമാവധി തുടങ്ങി വയ്ക്കാം, അടുത്ത വർഷം കുറച്ചും കൂടെ കൂടുതൽ ഇതാക്കാന്നുള്ളതിൽ ആദ്യമായിട്ടുള്ള ഒരു കന്നി അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ. പറഞ്ഞിട്ടുണ്ട് ധാരാളം. ഇത് കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് നമ്മളുടെ പരിസരത്ത് ഒരുപാട് പൂ കച്ചവടക്കാരുണ്ട്. അവരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഞങ്ങൾ പൊള്ളാച്ചിയിൽ പോയിട്ടാണ് സാധാരണ എടുക്കാറ്. ഇത്തവണ നമ്മളുടെ ഇവിടുന്ന് തന്നെ നമുക്ക് തരാനുള്ളൊരു ഇത് തരണം എന്ന് പറഞ്ഞിട്ട് അവർ പറയണ്ടായിട്ട്. കാർഷിക വൈവിധ്യത്തിന്റെ ഭാഗമായി കർഷകർ സീസൺ അറിഞ്ഞാണ് കൃഷിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ എല്ലാ മേഖലകളിലും നെൽപ്പാടങ്ങൾ പൂക്കൃഷിയുടെ വിളവെടുക്കുന്നു. വരും വർഷങ്ങളിൽ കൃത്യമായി ഓണനാളിൽ വിളവെടുക്കുന്ന രീതിയിൽ കൃഷി നടത്തിയാൽ പൂവിന്റെ വൻ വിലവർദ്ധനവ് പിടിച്ചു നിർത്താൻ സഹായിക്കും. ഓണമെത്തിയാൽ പാലക്കാടിന്റെ പല തോട്ടങ്ങളും ഇങ്ങനെയാണ്. പലവിധ വർണ്ണങ്ങളാൽ നിറഞ്ഞ ചെണ്ടുമല്ലി പൂക്കൾ. മുതലമടയിൽ നിന്ന് ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സന്തോഷ് സർലിംഗ്.